ശബരിമലയിൽ കൂടുതൽ സ്വർണ്ണക്കൊള്ള എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുമ്പോൾ ആരാരുടെ കൂടെ എന്നുള്ള ഫോട്ടോ അല്ല ഏറ്റവും പ്രധാനമാകുന്നതെന്നാണ് വേണം മനസ്സിലാക്കാൻ. SIT റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. കൊള്ളയുടെ വ്യാപ്തി കൂടുന്നെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശിവവ്യാളി രൂപങ്ങളിലെ സ്വർണം കവർന്നു എന്ന വിവരം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, ഇപ്പോൾ പങ്കജ് ഭണ്ഡാരി അടക്കം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന 8ാം പോയിന്റിൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ 9ാം പ്രതി പങ്കജ് ഭണ്ഡാരി ഹാജരാക്കി നൽകിയ 109.243 ഗ്രാം സ്വർണവും ബെല്ലാരി റോഥം ജ്വല്ലേഴ്സ് ഉടമ 10ാം പ്രതി റോഥം പാണ്ഡുരംഗ നാഗ ഗോവർദ്ധൻ ഹാജരാക്കി നൽകിയ 474.960 ഗ്രാം സ്വർണം കൂടിയുള്ള സ്വർണത്തെക്കാൾ കൂടുതൽ അളവ് സ്വർണം ശബരിമല ശ്രീകോവിൽ വാതിൽക്കട്ടിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലും കട്ടിലയുടെ മുകൾപ്പടി ചെമ്പുപാളിലും കട്ടിലയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള പ്രഭാമണ്ഡല പാളികളിലും ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പപാളികളും ആയതിന് തെക്കും വടക്കും മൂലകളുള്ള പില്ലാർ പാളികൾ എല്ലാം കൂടി ഉണ്ടായിരുന്നതായി വെളിവായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്വർണം എവിടേക്ക് പോയി എന്ന ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ കണ്ടെത്തിയ സ്വർണമുണ്ട്. ആ കണ്ടെത്തിയ സ്വർണത്തേക്കാൾ കൂടുതൽ പോയി എന്നുള്ള വിവരങ്ങളാണോ SITക്ക് ഇപ്പോൾ അറിയാനായിരിക്കുന്നത്? സ്മൃതി, അതിനകത്ത് ഇപ്പം നേരത്തെ സ്മൃതി വായിച്ചതുപോലെ, അതായത് 474 ഗ്രാം സ്വർണം, ആ 474 ഗ്രാം സ്വർണമാണ് ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അത് പക്ഷേ കളവ് പോയ സ്വർണ്ണമല്ല, പക്ഷേ അതിന് തത്തുല്യമായ സ്വർണ്ണമാണ്. 109 ഗ്രാം സ്വർണ്ണമാണ് ഈ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് SIT ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതും തത്തുല്യമായ സ്വർണ്ണമാണ്, അതായത് മോഷണം പോയതിൻ്റെ തത്തുല്യമായ സ്വർണ്ണമാണ്. അപ്പോൾ ഇത്രയും സ്വർണം മാത്രമാണ് കൃത്യമായി എവിടേക്കാണ് പോയതെന്നും ആരാണ് കൊണ്ടുപോയതെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിട്ടുള്ളൂ. പക്ഷേ SIT ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഈ 474 ഗ്രാമിനും 109 ഗ്രാമിനും പുറമെ ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലും കട്ടളയുടെ മുകൾപ്പടി ചെമ്പുപാളിയിലും കട്ടളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള പ്രഭാമണ്ഡല പാളിയിലും ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പപാളികളിലും അതിന് തെക്കും വടക്കും മൂലകളിലുള്ള പില്ലർ പാളികളിലും എല്ലാം കൂടിയുള്ള സ്വർണം ഇതിനേക്കാളും കൂടുതൽ വരും എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആകെയുള്ളത് ഈ 583 ഗ്രാം, രണ്ടിടത്തും കൂടി കണ്ടെത്തിയ 583 ഗ്രാം സ്വർണത്തിന്റെ കണക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പുറത്തു വന്നിട്ടുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് SITയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അത് കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിന് വേണ്ട വിദഗ്ധരുടെ സഹായത്തോടുകൂടി ശ്രീകോവിലിന്റെ സ്വർണ്ണപ്പാളി പതിച്ച പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതിന്റെ പരിശോധനാ ഫലം കൂടി വന്ന ശേഷം മാത്രമേ എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് പുറത്തു വരികയുള്ളൂ. ശരി, അതാണ് ഏറ്റവും നിർണായകമായ കാര്യം. TV പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ ഫോട്ടോ യുദ്ധം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അതിൽ സ്വർണ്ണക്കൊള്ള നടന്ന ഈ 2019 കാലത്തെ സ്വർണ്ണക്കൊള്ള നടന്നത് നമ്മൾ പുറത്തറിഞ്ഞ വിവരങ്ങൾക്കപ്പുറമുള്ള വലിയ രീതിയിലുള്ള കൊള്ള നടന്നിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ ജയിലിൽ കഴിയുന്നവർ, ജാമ്യം കിട്ടാതെ ജയിലിൽ തുടരുന്നവർ, പുറത്ത് ഉത്തരവാദിത്തോടെ ആ കാലത്തെ ഉത്തരവാദിത്തമുണ്ടായിരുന്നവർ, അതിലേക്ക് വീണ്ടും ഊന്നുന്ന വിവരങ്ങളല്ലേ പുറത്തേക്ക് വരുന്നത്? ഉറപ്പായും സ്മൃതി, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ വിവരങ്ങളും പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലും അതുപോലെ തന്നെ കട്ടിളപ്പടിയിലും ഉണ്ടായ സ്വർണം അപഹരിച്ച കേസിൽ 2 കേസുകളായി രജിസ്റ്റർ ചെയ്താണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയത്. ഈ അന്വേഷണമെല്ലാം തുടക്കത്തിലേക്ക് എത്തിച്ചത് അവിടെ ദ്വാരപാലക വിഗ്രഹങ്ങളെ താങ്ങി നിർത്തുന്ന താങ്ങുപീഠവുമായി ബന്ധപ്പെട്ടും അത് കാണാതായതിനെ കുറിച്ചുമുള്ള മെയിലും ചർച്ചയും എല്ലാമായിരുന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ 2019 കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്ന വലിയ സ്വർണ്ണക്കൊള്ളയിലേക്കാണ് ആ അന്വേഷണമെല്ലാം എത്തിപ്പെട്ടത്. അങ്ങനെ എത്തിപ്പെടുന്ന സമയത്തും ആദ്യം പ്രത്യേക അന്വേഷണ സംഘം ഊന്നിയിരുന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ ആ ശില്പങ്ങളിൽ പൊതിഞ്ഞുള്ള സ്വർണം അവിടുന്ന് അപഹരിക്കപ്പെട്ടു എന്നായിരുന്നു. പിന്നീട് തെളിവുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരികയായിരുന്നു. പിന്നാലെ കട്ടിളപ്പടിയിലെ സ്വർണവും ചെമ്പെന്ന് എഴുതിക്കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ള വിവരം പുറത്തേക്ക് വന്നു. അതും അന്വേഷണ പരിധിയിലേക്ക് മാറി. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് സ്മൃതി ഇനിയും
തെളിവുകൾ ഒരുപാട് പുറത്തേക്ക് വരാനുണ്ട്. കഴിഞ്ഞ തവണ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞതുപോലെ ശബരിമലയിലെ ശ്രീകോവിലിലെ പ്രധാന വാതിലിനെ കുറിച്ചും അന്വേഷിക്കണം എന്നുള്ളതാണ്. അതായത് ശബരിമല ശ്രീകോവിലിലെ പ്രധാന വാതിൽ മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നത് 6/8/2018 ആ ഉത്തരവിനൊരു പ്രത്യേകതയുണ്ട് സ്മൃതി. മറ്റൊരുപാട് ഉത്തരവുകൾ പുറത്തു വന്ന സമയത്തും 6/8/2018 ആ വാതിൽ മാറ്റാനുള്ള നിർണായകമായ ഉത്തരവ് ഇതുവരെയും ആരും കണ്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഹൈക്കോടതിയും കാണാത്തത് കൊണ്ടായിരിക്കണം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് പ്രത്യേകം തന്നെ പറയാനുള്ള കാരണം. ആ വാതിൽ മാറ്റിയതിലൊരു പ്രത്യേകതയുണ്ട്. ആ വാതിൽ മാറ്റിയതും